സിപിഐഎമ്മിനോടും പിണറായി വിജയനോടും യുദ്ധം പ്രഖ്യാപിച്ചും രാഹുൽ ഗാന്ധിയോടും വി.ഡി. സതീശനോടും പരസ്യമായി മാപ്പ് പറഞ്ഞും പി.വി. അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചു. രാവിലെ നിയമസഭാ മന്ദിരത്തിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി. ഓരോ രാഷ്ട്രീയ നീക്കത്തിലും കൃത്യമായ സസ്പെൻസ് ഉണ്ടാക്കിയ അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുന്നതിലും അത് തുടർന്നു. എം.എൽ.എ. ബോർഡ് മാറ്റിയ വാഹനത്തിൽ നിയമസഭയിലെത്തിയ അൻവർ സ്പീക്കറെ കണ്ട് തിരിച്ചിറങ്ങിയാണ് സസ്പെൻസ് പൊളിച്ചത്. തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ ലക്ഷ്യം എന്താണെന്ന് പ്രഖ്യാപനം. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്നപ്പോൾ നടത്തിയ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയോടും പ്രതിപക്ഷ നേതാവിനോടും പരസ്യമായുള്ള മാപ്പ് പറച്ചിൽ. ശശി അന്ന് മുതലേ തുടങ്ങിയിരിക്കണ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്ലാനിങ് ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് പാർട്ടി സമ്മേളന കാലയളവിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരാണെന്നും അൻവർ വെളിപ്പെടുത്തി. അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്. ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത്. അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകരുത്. ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എൻ്റെ ഫോൺ എടുക്കില്ല, എന്നെ അറിയില്ല. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ DCC പ്രസിഡന്റ് VS ജോയ് മത്സരിച്ചാൽ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു. സീറ്റ് ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്തിന് ആ പിന്തുണ ഇല്ലെന്ന് മാത്രമല്ല പരിഹാസവും. എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യരെ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എവിടെ പാർട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്താൽ MLA സ്ഥാനത്ത് അയോഗ്യനാകുന്നത് മുൻകൂട്ടി കണ്ടുകൂടിയാണ് അൻവറിന്റെ രാജിപ്രഖ്യാപനം. അൻവർ രൂപീകരിച്ച ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടനയും തൃണമൂലിന്റെ ഭാഗമാകും. മലയോര മേഖലയിലെ പ്രശ്നങ്ങളും വനനിയമ ഭേദഗതിക്കെതിരായ ജനവികാരവും ഉയർത്തി സ്വാധീനമുണ്ടാക്കലാണ് PV അൻവറിന്റെ ആദ്യ ലക്ഷ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.